ഹായ് ഹലോ മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ നല്ല ചൂട് ചോറും അതുപോലെ തന്നെ കേബേജ് തോരനതാ ഈ റെസിപ്പി ആട്ടോ. അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് ഇട്ടപ്പോഴത്തേനും എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ റെസിപ്പി ഒന്നും ഇടാം, ഇത് എന്ത് റെസിപ്പിയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പിന്നീട് ഇടാമെന്ന് ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോ എന്തായാലും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. നമ്മുടെ ചിക്കൻ കറിയെ വെല്ലും കേട്ടോ. ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കത്തില്ല, അതിനെയൊക്കെ വെല്ലുന്ന അടിപൊളി ഒരു കിടിലൻ പെപ്പർ മസാല കടച്ചക്ക കേട്ടോ. അപ്പം ഫ്രൈ ആയിട്ടോ അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എടുക്കാം. ഞാൻ ഒരുപാട് ഇങ്ങനെ ഇതായിട്ട് ചാറായിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരട്ടെ. ഒരു 2 പീസ് പട്ട, ഒരു 3 ഗ്രാമ്പ്, 3 ഏലക്ക, അതും കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 സവാള, ചെറിയ സവാള മതി. ഒരുപാട് സവാള ചേർത്ത് ഉള്ളി ഒത്തിരി കൂടി പോരുത് കേട്ടോ. അപ്പോൾ 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒന്ന് നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ തേങ്ങ ഞാൻ മൂപ്പിച്ചല്ല ഇടുന്നത്, ഇതിൽ കിടന്ന് തന്നെ ഈ ഉള്ളിയുടെയും എല്ലാം കൂടെ തേങ്ങ ഒന്ന് മൂത്ത് വന്നോളും കേട്ടോ. അല്ലാതെ ആദ്യമേ മൂപ്പിക്കുന്നില്ല, അപ്പോൾ ഒന്നുകൂടെ ചുമന്ന് കിട്ടുമല്ലോ, അങ്ങനത്തെ അല്ലാതെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചതും അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചുമന്ന് നിറം മാറി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒരു 1.5 ടീസ്പൂൺ ഉണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ല കിടിലനൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേന് ഞാനിതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് കുരുമുളക് പൊടിച്ചത് ഞാനൊരു 2.5 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എരിവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീറ്റ് മസാല ഒരു 1/2 ടീസ്പൂണ്. മീറ്റ് മസാല വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇതൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മീറ്റ് മസാല ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല മതി. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം കേട്ടോ. അത് വീഡിയോ എങ്ങനെയോ ഒന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എങ്ങനെ പറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ, ചേർക്കാതെ വിടരുത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പൊടിയുടെ എല്ലാം ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കുക. ഇനി ഒരു 2 ചെറിയ തക്കാളി നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ വറ്റി ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റി നല്ലപോലെ ഈ എണ്ണ എല്ലാം ഒന്ന് തെളിഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നിറം എല്ലാം ഒന്ന് മാറി വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം തക്കാളിയുടെ വെള്ളം എല്ലാം വറ്റി മാറി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കടച്ചക്ക, ചീമച്ചക്ക എന്നൊക്കെ പറയാറില്ലേ, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 1/2 കിലോ ഇച്ചിരി കൂടുതലേ ഉള്ളൂ കേട്ടോ. ഈ ചക്ക നമ്മൾ തൂക്കി ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഈ അരപ്പിലോട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് ഇവിടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുവാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു പ്രയോജനം ഇതിൽ നിന്ന് ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ ഇടുന്നത് വെറുതെ ആയിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്.
ഇതൊന്ന് ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, ഒത്തിരി സമയമൊന്നും വേണ്ടെന്ന് അറിയാമല്ലോ, കടച്ചക്ക പെട്ടെന്ന് വേകുന്ന സാധനമാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഉപ്പോ അത് ഇനി എന്തെങ്കിലും എരിവോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്കൊന്ന് കുരുമുളകൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു, അപ്പോൾ ഈ സമയം ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കൂടി ഗരം മസാല വേണം കേട്ടോ. മസാലയുടെ മണമൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഒരു അല്പം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ചാറായിട്ടല്ല ഞാൻ വെക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുരുമുളകിൻ്റെ മണമാണ് നമുക്കിതിൽ കിട്ടുന്നത് കേട്ടോ. കുരുമുളകാണ് നമ്മൾ കൂടുതൽ ചേർത്തേക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇപ്പോൾ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് കണ്ടോ അടച്ച് വെച്ചിട്ട് കണ്ടോ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. വലുതായിട്ട് ചാറൊന്നും ഇതിലില്ല. ഇപ്പം ചട്ടി നല്ല ചൂടായി. ഇനി കുറേ കൂടെ കഴിയുമ്പോൾ വീണ്ടും ഇത് കുറുകി വരും കേട്ടോ. ഞാൻ ഇനിയും കാണിക്കാം നിങ്ങളെ. അപ്പം നല്ല ഒരു കിടിലനൊരു റെസിപ്പി തന്നെയാണ്. ഇതൊക്കെ ചെയ്യുന്നവരുണ്ടാകും, പല രീതിയിൽ എല്ലാവരും ചെയ്യാറുണ്ട്. എന്നാലും ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ഇടണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ.